ഹലോ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെലോയിറ്റ് USA-ലേക്കുള്ള എൻ്റെ ജോബ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ്. സോ 8 months ബാക്കാണ് ഞാൻ ആദ്യമായിട്ട് ഡെലോയിറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ആ ടൈമിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു എങ്ങനെയാണ് ഇൻ്റർവ്യൂ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, അതല്ലെങ്കിൽ അതിൻ്റെ റെഫറൽ എങ്ങനെയാണ്, അതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആവും. ഞാനും ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയതാണ്, പക്ഷേ മലയാളത്തിലുള്ള വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. കുറച്ച് നോർത്ത് സൈഡിലേക്കുള്ള ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിയാൻ വേണ്ടി എത്ര ടൈം എടുത്തു എന്നുള്ളതാണ്. ഏകദേശം 2.5 months എടുത്തു ഈ കംപ്ലീറ്റ് ജോബ് ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ റെഫറൽ വഴിയാണ് ഇൻ്റർവ്യൂ കോൾ എനിക്ക് വന്നത്. ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് തിങ് നമ്മളൊരു പ്രോപ്പർ CV ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് ആ CVയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തെറ്റിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു നോർമലി പെട്ടെന്നൊരു ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ CV വെച്ചിട്ട് അതൊക്കെ കുറേ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഏകദേശം എല്ലാം കോമൺ ആയിരുന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പ്രോപ്പർ സാധനങ്ങൾ, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം വെക്കുക. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ആ CVയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടൊരു CV പ്രിപ്പറേഷനാണ് ആദ്യം വേണ്ടത്. സെക്കൻഡ്, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു പ്രോപ്പർ മെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത്. മേ ബി അത് ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത ഒരാളാവാം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്ത ഒരാളാവാം. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ, ഇൻ്റർവ്യൂവിന് മുന്നേയും ഒക്കെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ. സോ എനിക്ക് അതുപോലൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തതും എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇൻ്റർവ്യൂവിൽ എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം എങ്ങനെയൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു മെൻറ്റർ എനിക്ക് പ്രോപ്പറായിട്ട് ആ ടൈമിലുണ്ടായിരുന്നു. അതെനിക്കറിയില്ല, എൻ്റെ പല കാര്യങ്ങളിലും ആ സമയമാകുമ്പോഴത്തേന് എനിക്ക് എവിടെന്നെങ്കിലും ഒരു മെൻറ്റർ വരും എന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ മേ ബി നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കുമല്ലോ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നത്. സോ ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്കൊരു HR കോൾ വരും. ആ HR കോളിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്, എത്രയായിരിക്കും നിങ്ങളുടെ നോട്ടീസ് പീരീഡ്, എത്രയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചത്. അതിനുശേഷം വളരെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഒരു നെക്സ്റ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്യും. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ആവുന്നതിന് മുന്നേ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്, നമ്മൾ ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം കൺഫ്യൂസ്ഡ് ആവും. ആദ്യമായിട്ട് ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മുൻപേ എങ്കിൽ നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല പുറത്തോട്ട് വരുന്നത്. സോ ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽസൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എഴുതി വെച്ച് പഠിക്കുമായിരുന്നു. എനിക്കൊരു വലിയ ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. ആ ബുക്ക് ഇപ്പോൾ റൊട്ടേഷനിലാണ്. അതിനുശേഷം ഒരു 2 days കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ വന്നു. സോ ഡെലോയിറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുമ്പോൾ 5 stages ആണ് ഡെലോയിറ്റ് ഇൻ്റർവ്യൂവിനുണ്ടാവുക. സോ ഞാൻ ഈ സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ പറയുന്ന ബാക്കി 4 ബിഗ് 4 കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ 4 ക്ലിയർ ചെയ്തു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഡെലോയിറ്റ് ഇൻ്റർവ്യൂസിൻ്റെ സ്റ്റേജസ് അവരൊരുപാട് കാര്യങ്ങൾ നമ്മളെ ഒരു ടെക്നിക്കൽ നോളജ് അല്ലാണ്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. KPMG എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതൊരു KPMG ഇന്ത്യ ഫേം ആയതുകൊണ്ട് തന്നെ KPMGയുടെ ഇൻ്റർവ്യൂസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരുന്നു. കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമ്മളൊരു മാനേജർ പൊസിഷനിലേക്ക് എത്തിയാൽ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറവായിരുന്നു. കുറച്ചുകൂടി ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരുന്നു KPMGയുടെ ഇൻ്റർവ്യൂ. PwC ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പ്രോപ്പർ എനിക്കൊരു വൈവ ഫീലാണ് വന്നത്. കാരണം 2 ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ 1 word ആൻസർ ഒക്കെ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൈവ ഫോമിലാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വൈഡ് ഇൻ്റർവ്യൂ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ടെക്നിക്കലായിട്ട് ഒന്നും അതിനകത്ത് പറയാനുണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന എല്ലാ കമ്പനീസിലും പൊതുവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ടെക്നിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കലി കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഡെലോയിറ്റ് ഇൻ്റർവ്യൂവിലേക്ക് വരാം. ഡെലോയിറ്റ് ഇൻ്റർവ്യൂയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജറിയൽ റൗണ്ട് ആയിരുന്നു. ഈ മാനേജർ റൗണ്ടിൽ അവർ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞതിന് ശേഷം അവർ നമ്മളോടുള്ള ഈ ഒരു സാധനത്തിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് അറിയാമല്ലോ, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവരൊരിക്കലും നമ്മളുടെ ഒരു ടെക്നിക്കൽ നോളജ് മാത്രമാണ് അവിടെ അനലൈസ് ചെയ്യുക എന്നുള്ളത്. അവർ നമ്മളുടെ അപ്രോച്ചും നമ്മളെങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത് എല്ലാം അവരൊന്ന് നോട്ടീസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മാനേജറൽ റൗണ്ട് ആയിരുന്നു, കുറേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഇത് ലാസ്റ്റ് ചെയ്തു. അതിനുശേഷം ഓരോ 2-3 ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്തടുത്ത ഇൻ്റർവ്യൂസിൻ്റെ റിസൾട്ട്സ് നമ്മളെ വിളിച്ച് പറയുന്നത് ഒരു HR. ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്കൊരു കോൾ വരും. അതിൽ ഇങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ, നെക്സ്റ്റ് ഇൻ്റർവ്യൂ എന്നാണ് സ്കെഡ്യൂൾ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവർ പറയും. അതിനുശേഷം നെക്സ്റ്റ് ഇൻ്റർവ്യൂ നെക്സ്റ്റ് വീക്കിലേക്ക് സ്കെഡ്യൂൾ ചെയ്യും. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജറൽ റൗണ്ട് ആയിരുന്നു. അത് ഈ മാനേജർ റൗണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ സീനിയർ മാനേജർ റൗണ്ട് ഇങ്ങനെയായിരുന്നു. കാരണം ഭയങ്കര ഒരു പ്രഷർ സിറ്റുവേഷനിൽ നമ്മളെ ഇട്ടിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ വല്ലാണ്ട് ഒരു സ്ട്രെസ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം ആൻസർ പറയാൻ പറ്റാണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് ഓക്കെ നമ്മൾ ക്ലിയർ ആവില്ല എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ആകെ പടങ്ങ് ഡെസ്പായി പോകും. നമ്മളോട് ഭയങ്കരമായിട്ടൊരു ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, ഇത് കാര്യമില്ല എന്നൊക്കെ ഉള്ള ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മുഖത്ത് വരും. അങ്ങനെയൊക്കെ വന്നാലും നമ്മളൊരുമാതിരി ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇതൊരിക്കലും നമ്മളുടെ ഇനിയുള്ള ക്വസ്റ്റ്യൻസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ സെയിം ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. അതായത് നമുക്ക് പൊട്ടത്തരം പറയാനാണെങ്കിൽ പോലും ഒരു ആൻസർ വരാത്തൊരു അവസ്ഥയായിരുന്നു. ആ ടൈമിൽ ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിട്ട് വന്നപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യണം, ആലോചിക്കുക, ചിന്തിക്കുക, പറയൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഒട്ടും ആൻസർ വരാൻ എൻ്റെ മൈൻഡിലൊന്നും ക്ലിയർ, ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. ആ ടൈമിൽ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ്, പുള്ളിക്കാരിയുടെ റെസ്പോൺസ് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് വിചാരിച്ചു എന്തായാലും ഈ ഇൻ്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്യാൻ പോകണില്ല, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാവുക. പക്ഷേ ഞാൻ കൂളായിട്ട് തന്നെ ഇരുന്നു, ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു. ഇനി എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല, ബാക്കിയുള്ളതെങ്കിലും പറയാം, ആ ഒരു മൈൻഡ് സെറ്റിൽ എടുത്താൽ മതി. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് HR വിളിച്ചിട്ട് ക്ലിയർ ആയി എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഹോപ്പ് വന്നു. കാരണം ഓൾറെഡി ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി നോക്കണ്ട, വേറെ അടുത്ത ഏതെങ്കിലും കമ്പനി നോക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ അതാണ് 2 ടെക്നിക്കൽ റൗണ്ട്സ് ആണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു വേഴ്സൺ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ടാണ്. ഇതൊരു റോബോട്ടിക് ഇൻ്റർവ്യൂ ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കുറേ ഗ്രാമർ നോളജും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു റൗണ്ടാണ്. ആ ഒരു റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു നോയ്സ് ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ പോയിട്ട് കംപ്ലീറ്റ് നമ്മൾ ഒന്നാമത് ഇതൊരു MNC ആണ്, നമുക്ക് അപ്പം വർക്ക് ചെയ്യുന്നത് കുറേ US ആൾക്കാരുമായിട്ടും വേറെ കൺട്രീസിലുള്ളവരുമായിട്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബീങ് എ കൺസൾട്ടൻറ്റ്. സോ അവർ പറയുന്ന ആക്സെൻ്റ് എല്ലാം നമുക്ക് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുന്നുണ്ടോ, ഇതിനെല്ലാം കൂടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് വെച്ചിരിക്കുന്നത്. ഒരു 9 റൗണ്ട്സ് എന്തോ ഉണ്ടായിരുന്നു, ഏകദേശം 1 ഹവറുള്ളൊരു എക്സാമാണ്. നമുക്ക് ഒരു തരത്തിൽ ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർ പോലും ഈ ഒരു റൗണ്ടിൽ ഫെയിലായി പോകാറുണ്ട്. ബിക്കോസ് അവരുടെ വൈഫൈ കണക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നോയ്സ് ഡിസ്റ്റർബൻസ് വരികയോ ചെയ്യുകയാണെങ്കിൽ ഈ റോബോട്ടിക് ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇത് ആരെയും കയ്യിലുള്ള കാര്യമല്ല. അത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇതൊരു ഇഷ്യൂ ആക്കിയിട്ട് ഫെയിൽ ആവാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് കോൾ വന്നു, ഈ ഇൻ്റർവ്യൂ ക്ലിയർ ആയിരുന്നു. സോ നെക്സ്റ്റ് റൗണ്ടാണ് HR റൗണ്ട്. സോ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവർ സാലറി ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം എന്നെ ഒരു ഇൻ്റർവ്യൂ HR റൗണ്ട് പോലെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഞാൻ നോർമൽ ഒരു വോയിസ് കോളാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അവരൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു പ്രോപ്പർ ഇൻ്റർവ്യൂ ആണ്. അവരൊരുപാട് നമ്മളുടെ എബിലിറ്റീസ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് HR ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നമ്മളെങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നോ, നമ്മൾ നോർമലി പണ്ടൊക്കെ നമ്മൾ ചെയ്യാറില്ലേ ഇങ്ങനത്തെ HR റൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതേന്നൊക്കെ ഉള്ള നുള്ളി പറിക്കട്ടെ കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നമ്മളുടെ പല കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഇപ്പോൾ വേറെ എന്തെങ്കിലും കയ്യിൽ ഓഫേഴ്സ് ഉണ്ടോ, ഇതെല്ലാം അവർ ചോദിക്കാറുണ്ട്. ആ റൗണ്ട് കഴിഞ്ഞിട്ട് അതൊരു പ്രോപ്പർ റൗണ്ടാണ്. സോ ഇനിയെങ്കിലും നിങ്ങൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ HR റൗണ്ടാണ്, ഇനി ഞങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ്. പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നതും പ്രിപ്പയർ ചെയ്യാതെ പോകുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് നല്ല സ്കില്ലുണ്ടാവും ചിലർക്ക്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടൊക്കെയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിനും പ്രിപ്പയർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കോളാവും എന്നുള്ള കാര്യം 101% എനിക്ക് ഉറപ്പാണ്. പ്രിപ്പയർ ചെയ്തിട്ടേ നമ്മൾ എല്ലാ കാര്യത്തിനും പോകാവൂ. അതിപ്പോൾ നമുക്ക് 100% ഒരു ടാസ്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു ടൂളിനെ പറ്റി ആപ്ലിക്കേഷനെ പറ്റി കംപ്ലീറ്റ് നോളജ് ഉണ്ടെങ്കിൽ പോലും പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ ഒരു ടിപ്പ്. ലാസ്റ്റ് റൗണ്ടാണ് പാർട്ട്ണർ റൗണ്ട്. സോ ആ റൗണ്ടിൽ മോസ്റ്റ്ലി ഡയറക്ടേഴ്സോ പാർട്ട്നേഴ്സോ സീനിയർ മാനേജേഴ്സോ ഒക്കെ ആയിരിക്കും അത് ചെയ്യുക. അതൊരു കൾച്ചറൽ
ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു റൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിലൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷേ അതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോർമലി നമുക്ക് അത്യാവശ്യം ഈ ഒരു ഫീൽഡിൽ അറിവുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അവരൊരിക്കലും നമ്മളുടെ ടെക്നിക്കൽ നോളജ് അല്ല അവർ ആ സമയത്ത് അനലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ഓൾറെഡി ടെക്നിക്കൽ നോളജ് എല്ലാം ഇൻ്റർവ്യൂ റൗണ്ട്സിലെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് വീണ്ടും ടെക്നിക്കലി നോളജ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവരെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൾച്ചറൽ ഫിറ്റ്നസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു എംപ്ലോയി ഈ ഒരു ഓർഗനൈസേഷനിൽ കൾച്ചറലി ഫിറ്റ് ആകുമോ, ആ ഒരു കാര്യം അറിയാൻ വേണ്ടി അവർ പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ അത് വളരെ ഒരു 15 minutes മാക്സിമം ലാസ്റ്റ് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ 5 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ HR നമ്മളുടെ സാലറി നെഗോസിയേഷൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് വിളിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മൾ റിക്വയർമെൻറ്റ് പറയാം, ബോണസ് വേണമെങ്കിൽ അങ്ങനെ പറയാം, ജോയിനിങ് ബോണസ് ഒക്കെ വേണ്ടവർക്ക് അതൊക്കെ സംസാരിക്കാം. വേറെ ഏതെങ്കിലും ഓഫേഴ്സ് ഉള്ളവർക്ക് അത് വെച്ചിട്ട് ഈ HR കോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് പ്രോസസ്സുണ്ട്, പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു HR കോളിൽ നമ്മളുടെ ഡിമാൻഡ്സും കാര്യങ്ങളും എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യാമെന്ന് പറയും. പക്ഷേ എനിക്കൊരു 2-3 വീക്സോളം ഒരു കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ നമുക്കൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഡെലോയിറ്റിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള സിഗ്നേച്ചർ അപ്രൂവലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പെൻഡിങ് ആണ്, നമുക്ക് അസ്യൂം ചെയ്യാം. സ്റ്റിൽ അവരതിൻ്റെ പുറകിലാണെന്ന് തന്നെ നമുക്കൊരു ഉറപ്പിക്കും, ഒരു പോസിറ്റീവ് സൈനാണത്. അതിനുശേഷം നമുക്ക് കുറേ ഫോംസുകൾ, PhD മെയിലുകൾ, കുറേ കാര്യങ്ങൾ വരും. അതെല്ലാം ഫില്ല് ചെയ്ത് ഒരു വലിയ പ്രോസസ്സാണ്. ആക്ച്വലി ഒരു 2-3-4 hours ഒക്കെ ഞാൻ പല ഫോംസ് ഫില്ല് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസും കംപ്ലീറ്റ് പാനും എല്ലാ കാര്യങ്ങളും ലിങ്ക് ചെയ്ത് ഒരുപാട് ഫോംസും ഒരുപാട് സബ്മിഷൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരിൽ നമുക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അയക്കും. ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിലാണ് ഏകദേശം നമ്മളുടെ ജോയിനിങ് ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സാലറി പാക്കേജ് അതെല്ലാം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കെല്ലാം ഓക്കെ ആണെങ്കിൽ അവരതിന് ശേഷം നമുക്ക് ഓഫർ ലെറ്റർ അയക്കുകയാണ് ചെയ്യുക. സോ നമ്മുടെ HR ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വരുന്ന PhD മെയിൽ മുതൽ നമ്മളുടെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് കിട്ടുന്നവരെ ഒരു വലിയ പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിൽ ആർക്കെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഇതിനൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓഫർ ലെറ്റർ വരുന്നത്. ഓഫർ ലെറ്ററിൽ നമുക്ക് എന്നാണ് നമ്മുടെ ജോയിനിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. സോ ഇതായിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഡെലോയിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഡ്രീം കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു, ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു. സോ എനിക്ക് ഗൈഡ് ചെയ്യാൻ ആ ടൈമിൽ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഇതിനിടയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കുണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ ഗൈഡൻസ് സപ്പോർട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.